ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പച്ച പാവയ്ക്ക നമ്മൾ ഒന്ന് ഉണക്കി കുറച്ച് നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എണ്ണയിലിട്ടത് വറുത്തെടുക്കാനും പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ പാവയ്ക്ക ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല തിൻ സ്ലൈസസ് ആയിട്ട് ചെറിയ രീതിയിൽ തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ച് മാറ്റി അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ മാറ്റുക. അതിന് മുന്നായിട്ട് കുരു കളഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് പോവും, അത് മുറിഞ്ഞു പോകുമ്പോഴത്തേന് പിന്നെ ഉണങ്ങി വരുമ്പോൾ അത് വളരെ ചെറുതായി പോവും. അതിലും നല്ലത് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ മാറ്റുന്നതായിരിക്കും. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിപ്പോവും. പിന്നീട് ഇതിലേക്ക് 2-3 പച്ചമുളകൊന്ന് അരിഞ്ഞിടാം. അത് നമുക്കിതിനൂടെ ഉണങ്ങി കിട്ടും, അപ്പോൾ നമുക്ക് വറുക്കാൻ നല്ലതാണ്. പിന്നെ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാവുന്നതാണ്. ഇത് നമ്മൾ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് വറുത്തെടുക്കാവുന്നതുമാണ്. ഇങ്ങനെ പാവയ്ക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇതിടയ്ക്ക് ഇങ്ങനെ വറുത്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പാവയ്ക്ക ഇഷ്ടമുള്ളവരെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.